എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുള്ള, ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുള്ള, ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. എല്ലാവരും ഒരേപോലെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വലിയൊരു തുക നമുക്ക് ലോട്ടറിയായി അടിക്കുന്നതിനെ കുറിച്ച്. ചില പ്രത്യേക സമയത്ത് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം തേടി വരും. ഗ്രഹനില അനുകൂലമാകുമ്പോൾ, യോഗങ്ങൾ തെളിയുമ്പോൾ നാം എടുക്കുന്ന ടിക്കറ്റ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന 2025 ക്രിസ്മസ് ബമ്പർ പോലെ അതേപോലെയുള്ള വലിയ ധനഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള 100% സാധ്യതയുള്ള 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാൻ ഇത്രയ്ക്കും ഉറപ്പോടെ പറയുന്നത്. 2025 അവസാനം ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രത്തോളം ശക്തമാണ്. ജ്യോതിഷപരമായും ചില കാരണങ്ങളുണ്ട്. 2025 ഡിസംബറിൽ ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജാതകത്തിൽ വ്യാഴം ധനഭാവത്തിൽ അതിശക്തനായി നിൽക്കുന്ന സമയമാണ്. അതേപോലെ കർമ്മഫലദാതാവായ ശനി അനുകൂലമായി നിൽക്കുന്നു. ചന്ദ്രൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന യോഗത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനയോഗം ഈ നക്ഷത്രക്കാരിൽ കാണുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ലോട്ടറി അടിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ലോട്ടറി എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ പാലിച്ചാൽ മാത്രമേ നമുക്ക് ലോട്ടറി അടിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ലോട്ടറി എടുത്താൽ അതിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഗുണകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. നമ്മുടെ സ്വന്തം ഉയർച്ച മാത്രം ലക്ഷ്യമാക്കാതെ മറ്റുള്ളവരുടെ ഉയർച്ചയിലും നമ്മൾ പങ്കാളികളാവുക. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരെ പരിചയപ്പെടാം. ആദ്യത്തെ നക്ഷത്രം ലോട്ടറി അടിക്കാൻ ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കൂടി ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. 2025 അവസാനത്തോടെ അശ്വതി നക്ഷത്രക്കാരുടെ ഇടയിൽ അവരുടെ ജീവിതം ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. 2025 അവസാനത്തിൽ അവരുടെ ജാതക പ്രകാരമുള്ള യോഗത്തിന് വേഗത വരുന്ന കാര്യങ്ങൾ ആണ് സംഭവിക്കാൻ പോകുന്നത്. നല്ല യോഗങ്ങൾ വളരെ പെട്ടെന്ന്, നല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. അവർ പരീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്ന സമയമാണ് ഈ കടന്നു വരുന്നത്. 2025 അവസാനം, അതുപോലെ 2026 അവർക്ക് നല്ലൊരു വർഷമായിരിക്കും. കുറേ ധനം വന്നു ചേരാനുള്ള ഒരു അവസരമാണ്. കടങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരുടെ കടങ്ങൾ തീരാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ ഈ ഭാഗ്യം കൂടുതൽ ഫലവത്താക്കാൻ വേണ്ടി സന്ധ്യാസമയം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. അതേപോലെ വീടിൻ്റെ അടുത്ത് മുരുകക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. മുരുക ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് വരുമ്പോൾ ഭാഗ്യം കൂടുതൽ അടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ എല്ലാ യോഗങ്ങളും നല്ല രീതിയിൽ സംഭവിക്കാനായി മുരുക ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളെ തുണക്കും. ഇനി രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വളരെയധികം നേട്ടം വരുന്ന വർഷമാണിനി വരാൻ പോകുന്നത്. 2026 കഷ്ടപ്പാടിൻ്റെ ഫലം കാണാൻ പോകുന്ന നാളുകളാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാവാനും, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ലാഭം കൂടാനും, അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം ഉണ്ടാകാനും പോകുന്ന സമയമാണ് ഈ 2026. അതുപോലെ പുതിയ വാഹനം, വസ്തുക്കൾ വാങ്ങാനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നു. ഇതുവരെ സ്വന്തമായി വസ്തുവൊന്നും കൈവശമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു വർഷം 2026 വർഷം
നിങ്ങൾക്ക് വസ്തു വാങ്ങാനും സ്വന്തമായ ഒരു വസ്തു നേടാനുമുള്ള ഒരു അവസരം ഈ നക്ഷത്രക്കാരിൽ, ഭരണി നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്ന സമയമാണ്. ഈ വീഡിയോ കാണുന്ന ഭരണി നക്ഷത്രക്കാർ ഇതുവരെ ലോട്ടറി ഒന്നും എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറി ഒരിക്കലെങ്കിലും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നിങ്ങൾ തന്നെയായിരിക്കും ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലോട്ടറി ഭാഗ്യം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി, കൂടുതൽ ഫലവത്താക്കാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ശനിദോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മാറി ഭാഗ്യം കൂടുതൽ തെളിയാൻ വേണ്ടി അത് സാധ്യമാക്കും. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടെ നിങ്ങളുടെ കൂടെ എത്തുമ്പോൾ ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടിനെ അറുതി വരുത്താനും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയും അയ്യപ്പസ്വാമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇനി അടുത്തതായി ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം അടിക്കാൻ യോഗം കാണുന്ന അടുത്ത നക്ഷത്രമാണ്, മൂന്നാമത്തെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാരിൽ 2025 അവസാനത്തിൽ ഒരുപാട് ധനയോഗം കാണുന്നു. അതുപോലെ തന്നെ ഒരു ആഡംബര ഭാഗ്യവും നിങ്ങളുടെ ജാതകത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സമയമാണ് 2026. എല്ലാ മേഖലയിലും ധനനേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടുകൾ, നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കൊക്കെ ഒരു അറുതിയുണ്ടായി നിങ്ങൾക്ക് ധനനേട്ടം, അതുപോലെ തന്നെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരമാണ് ഇനി വരാൻ പോകുന്നത്. കഷ്ടതകൾ മറന്നേക്കൂ, നല്ലൊരു നാളെയാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുള്ള പണം നിങ്ങൾക്ക് ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തും. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ള പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ഇനി ആ പണം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണമാണ് ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതിലൂടെയായിരിക്കും നിങ്ങളുടെ ഭാഗ്യം തെളിയുക. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി നിങ്ങൾ 2026 വരവേൽക്കാനായി നിൽക്കുക. ഈ ഒരു ഭാഗ്യം കൂടുതൽ ശക്തമാക്കാനായി ദേവപ്രീതി കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ദേവീ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ദർശനം നടത്താൻ വേണ്ടി ശ്രമിക്കണം. ദേവീ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെത്തിപ്പൂവ് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് എന്നീ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് കൂടുതൽ ദേവീപ്രീതിക്ക് കാരണമാകും. ഇനി അടുത്തതായി 4ാമത്തെ നക്ഷത്രം, ലോട്ടറി ഭാഗ്യം കൂടുതലായി കാണുന്ന 4ാമത്തെ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് 2025 അവസാനം വലിയ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. വീട് എന്ന സ്വപ്നം സാധ്യമാകാൻ പോകുന്ന വർഷമാണ് 2026. വീടില്ല, വീട് വേണം എന്നൊക്കെ ഓർത്ത് ആകുലപ്പെടുന്നവരായിരിക്കും കൂടുതൽ പേരും. ആ ഒരു സ്വപ്നം പൂയം നക്ഷത്രക്കാർക്ക് സാധ്യമാകാൻ പോകുന്ന വർഷമാണ് 2026. എല്ലാ കാര്യങ്ങളും നേരെയാകുന്നു. അതുപോലെ തന്നെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ വിദേശ ധനം നിങ്ങളിലേക്ക് ഒഴുകിയെത്താവുന്ന ഒരു സമയമാണ് ഈ 2026. ലോട്ടറി വഴിയും വലിയൊരു ധനഭാഗ്യം നിങ്ങളുടെ ജാതകത്തിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗ്യം കൂടുതൽ ശക്തമാക്കാൻ ദൈവപ്രീതി കൂടിയേ തീരൂ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പൂയം നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. ഇത് തീർച്ചയായും നിങ്ങൾ പാലിച്ചു പോവേണ്ട കാര്യമാണ്. കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ ഇത് കാരണമാകും. കൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ, നിങ്ങളുടെ എല്ലാ ഉയർച്ചയിലും നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇനി ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം അടിക്കാൻ പോകുന്ന 5ാമത്തെ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. 2026 തുടക്കം ഭാഗ്യം നിങ്ങളിലേക്ക് തേടിയെത്തുന്ന സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക്. ബിസിനസ്സിൽ വൻ ലാഭമായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ചോതി നക്ഷത്രക്കാർ വിദേശത്തുള്ളവരാണെങ്കിൽ ദുബായ് ലോട്ടറി മറ്റും എടുക്കാൻ മടിക്കരുത്. ലോട്ടറി ഭാഗ്യം അതിശക്തമായി നിങ്ങളുടെ ജാതകത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് കാണപ്പെടുന്നു.
ചോദ്യ നക്ഷത്രക്കാർക്ക് വലിയൊരു ധനഭാഗ്യമാണ് വരാൻ പോകുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന എല്ലാവർക്കും പണം വാരിക്കോരി നൽകാനുള്ള പണം അത്രയും നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ദർശനം നടത്തുന്നതും നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഈയൊരു യോഗം, ഈയൊരു ഭാഗ്യം കൂടുതൽ ഫലവത്താക്കാൻ വേണ്ടി ഉപകരിക്കും. ഇനി അടുത്തതായി ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറി ലോട്ടറി അടിക്കാൻ ഭാഗ്യം കാണുന്ന അടുത്ത നക്ഷത്രം, 6ാമത്തെ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് സമ്പത്തി ഇരട്ടിയാകുന്ന സമയമാണ് ഈ 2026 വർഷം. ബമ്പർ ഭാഗ്യക്കുടി അടിക്കാനുള്ള സാധ്യത കൂടുതലായി ഇവരിൽ കാണുന്നു. നിങ്ങളെ കളിയാക്കുന്നവർ നിങ്ങളുടെ പുറകെ വരുന്ന സമയമാണ് ഇനി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭഗവാന്റെ പ്രീതി ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്യാവശ്യമാണ്. ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉത്തമം. വെറ്റിലമാല, വടമാല എന്നിവ സമർപ്പിച്ച് ഹനുമാൻ സ്വാമിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. രാമനാമം ദിവസവും രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും ഭാഗ്യവും കൈവന്നു ചേരാൻ സഹായിക്കും. ഇനി അവസാനമായി ലോട്ടറി ഭാഗ്യം, ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം അടിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 ദുഃഖമോചനത്തിനുള്ള സമയമാണ്. ജീവിതം രക്ഷപ്പെടാനും കഷ്ടപ്പാടിന് ഒരു വിരാമം ഉണ്ടാവാനും പോകുന്ന സമയം. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംഭവിക്കാനും ധനഭാഗ്യം വന്നു ചേരാനുമുള്ള സമയമാണ് 2026 ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മഹാലക്ഷ്മിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി നിങ്ങളുടെ ധനഭാഗ്യം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തുന്നത് അത്യാവശ്യമാണ്. ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള 7 നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ ധനഭാഗ്യം കൂടുതലായി വരുന്നൊരു സമയമാണ് ഈ 2025 അവസാനവും 2026. അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും കൂടി ചേരുമ്പോൾ മാത്രമേ ആ ഭാഗ്യം കൂടുതൽ ശക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാരും, ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി മനസ്സുരുകി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി അടുത്തതായി പറയുന്നത്, ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ലോട്ടറി എടുത്തത് കൊണ്ട് കാര്യമില്ല. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത്. ലോട്ടറി എടുക്കുമ്പോൾ ചെറിയ ചില കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. ലോട്ടറി വാങ്ങുമ്പോൾ നമ്മൾ ഈ ബമ്പർ ഭാഗ്യക്കുറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോട്ടറി വാങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും ഇടത് കൈ കൊണ്ട് വാങ്ങാൻ പാടില്ല. വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് മാത്രം വേണം ലോട്ടറി വാങ്ങുന്നത്. വലതു കൈ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഇടതു കൈ കൊണ്ട് കൊടുക്കാം, പക്ഷേ ലോട്ടറി നിങ്ങൾ വലത് കൈ കൊണ്ട് തന്നെ വാങ്ങണം. അടുത്തതായി, ലോട്ടറി വാങ്ങുന്നതിന് മുമ്പ് ലോട്ടറി നമ്മൾ ഏത് ദിവസമാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം രാവിലെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കൂട്ടാൻ സഹായിക്കും. അടുത്തതായി 3ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ടിക്കറ്റ് നമ്മൾ വാങ്ങിയതിന് ശേഷം, ലോട്ടറി ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം നമ്മളത് പോക്കറ്റിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തി അലമാരയിൽ സൂക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല. നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് പൂജാമുറിയിൽ കൊണ്ടുവച്ച് ദിവസവും രാവിലെയും വൈകുന്നേരവും ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അതും നിങ്ങൾക്ക് ഈ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കൂട്ടാൻ സഹായിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ ലോട്ടറി വിൽക്കുന്ന ആളോടോ മറ്റോ എനിക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അടിക്കും എന്ന് മാത്രം നമ്മൾ പറയുക. ചില നേരം നിങ്ങളുടെ വാക്ക് ഫലിക്കാനും കാരണമാകും. അതുകൊണ്ട് അടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ലോട്ടറി അടിക്കും
എന്ന് മാത്രമായിരിക്കണം. നെഗറ്റീവ് കാര്യം പറയുമ്പോൾ ചില നേരം ആ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുന്നത്. ലോട്ടറി എടുക്കുമ്പോൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലോട്ടറി വിൽക്കുന്നവരെ ഒരിക്കലും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. ലക്ഷ്മി ദേവിയുടെ ഒരു ദൂതന്മാരാണ് ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ. എത്രയോ പേർ ലോട്ടറി ഭാഗ്യത്തിൽ സമ്പന്നരായിട്ടുണ്ട്. ലോട്ടറി ഭാഗ്യം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു ദൂതരായി പ്രവർത്തിക്കുന്നത് ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ പരിഹസിക്കാൻ പാടില്ല. അടുത്തതായി ലോട്ടറി വിധി വരുന്ന ദിവസത്തെ കാര്യമാണ്. അന്ന് രാവിലെ കുറച്ച് സമയം മൗനമായി പ്രാർത്ഥിക്കുക. അതിനുശേഷം മാത്രമായിരിക്കണം അന്നത്തെ ദിവസം തുടങ്ങേണ്ടത്. ലോട്ടറി എടുക്കുന്നതിൻ്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ലോട്ടറി ഭാഗ്യം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാഗ്യം എന്നത് ഒരു വിശ്വാസമാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഭാഗ്യം അതുപോലെ വിജയം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.